ഈ പാട്ട് ആദ്യം ഞാൻ പാടാൻ ഉദ്ദേശിച്ചിരുന്നത് സാധന ജിയാണ്, സാധന സർഗം ജിയാണ്. അപ്പൊ സ്നേഹിതൻ എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇങ്ങനെ അലിഞ്ഞു പോവും. ശരി, അപ്പൊ മുംബൈയിൽ സ്റ്റുഡിയോ പോയി. അപ്പോൾ സാധന ജി വന്നു. ഷി വാസ് വെരി ഹാപ്പി ആൻഡ് ടെലിങ് മീ ഇത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ പാടണേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഞാനിങ്ങനെ പാട്ടിങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പൊ ആദ്യത്തെ ലിറിക്സ് ചാന്ത് തൊട്ടില്ലേ. അപ്പോ സാധനാജി പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പോ സാധനാജി പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പൊ ചാന്തിന് തൊട്ടില്ല കാറ്റു ചാറ്റ് മണ ചെറുമില്ലേ. ഇങ്ങനെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലൊരു പേടി വന്നു. കാരണം ഇതെങ്ങനെ അതിന്റെ ഡിക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാലും ട്യൂണൊക്കെ അവർ അസാധ്യമായിട്ട് പാടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദവും നല്ല ശബ്ദം ഇങ്ങനെ ഒഴുകി. അതെ അതെ അതെ, ഞാൻ തമിഴിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറ്റ് പാടിയിട്ടുള്ളത് സാധനാജിയുടെ ഫ്രം സം ഓഫ് ദ വേൾഡ് ആണ് അവരുടെ ശബ്ദം. അപ്പൊ ചന്ദ തൊട്ടില്ലേ ചന്ദനം തൊട്ടല്ലേ കാട്ടൊട്ടിഞ്ഞ ഇങ്ങനെയാണ് പാടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല, ഞാൻ അവർക്ക് ഡ്യൂ റെസ്പെക്ട് വെച്ചിട്ടാണ്. മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കുറെ ടഫാണ് നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സിന് പാടാനായിട്ട്. അപ്പൊ അങ്ങനെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഈ പാട്ടാണെങ്കിൽ നമ്മൾ ഭയങ്കര അരുമയായിട്ട് ചെയ്ത് ഇഷ്ടത്തോടെ ചെയ്തു വെച്ചിരിക്കുന്നു. അതിന്റെ പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് നടക്കൂല. അപ്പൊ ഞാൻ വോക്കൽ റൂമിൽ പോയിട്ട് സാധനാജി എടുത്ത് പറഞ്ഞു ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട് മാഡം. അപ്പോൾ അവർ പറഞ്ഞു ഐ തിങ്ക് സോ, അത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടുഗദർ ഫോർ അനദർ സോങ് അനദർ ടൈം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ മുംബൈയിലാണ് ഈ സ്റ്റുഡിയോയിൽ നിൽക്കണത്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ എഞ്ചിനീയർ അയാൾ പറഞ്ഞു നമുക്ക് ശ്രേയ ഘോഷലിനെ വിളിച്ചാലോ. അപ്പം ഞാൻ ഈ മുൻപേ വാ എന്നൻപേ വാ ആ പാട്ട് കേട്ടിട്ടുണ്ട്. പിയോ ബോലി പിയോ ബോലി അത് കേട്ടിട്ടുണ്ട്. വിട പറയുകയാണു ആൽഫിയുടെ പാട്ടുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല, നിങ്ങൾ ഒന്ന് വിളിച്ചു തന്നാൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ എഞ്ചിനീയർ ആദ്യമായിട്ട് ശ്രേയ ഘോഷലിനെ വിളിക്കുന്നത്. അങ്ങനെയാണ് ശ്രേയ സ്റ്റുഡിയോയിൽ വരുന്നത്. അങ്ങനെയാണ് ശ്രേയ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇതിൽ 2 പാട്ടുകളുണ്ട്. ഈ ചാന്ത് തൊട്ടിലുണ്ട്, പിന്നെ മധുരം ഗായത്തി മീര. അപ്പൊ ഈ 2 പാട്ടാണ് പാടേണ്ടത്. അപ്പൊ 2 കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 2 കേൾപ്പിച്ചു. അപ്പൊ ശ്രേയ പറഞ്ഞു ഇതിപ്പോ പാടാം, ഈ ചാന്ത് തൊട്ടിലെ ഉടനെ പാടാം, പക്ഷെ മധുരം ഗായതി എനിക്ക് ഒരാഴ്ച വേണം, എനിക്ക് പഠിച്ചിട്ട് വന്നിട്ടേ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആണ് ഈ പാട്ട് പാടുന്നത്. അത് ഹാർഡ്ലി ടുക്ക് അബൌട്ട് 1.5 hours ടു ഫിനിഷ് ദിസ് സോങ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും മധുരം ഗായതി മീര എന്നുള്ള പാട്ടിന്റെ ലിറിക് ഉൾപ്പെടെ എല്ലാം കാണാതെ പഠിച്ച് കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ടും വളരെ പെട്ടെന്ന് പാടിയതാണ്. അപ്പൊ ഒരു ആർട്ടിസ്റ്റാണ് അവര്. തീർച്ചയായിട്ടും അവിടെ നിങ്ങോട്ട് എത്ര നല്ല പാട്ടാണ് അല്ലേ.